അക്ഷയ ഇന്ന് ഒരുപാട് കാത്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട് വേദികളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഹൈലൈറ്റ് ഏതൊക്കെയാണ്? ഒപ്പം നേരത്തെ പറഞ്ഞുവല്ലോ, അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് മുൻപിലെത്താനായി. തീർച്ചയായും കൈപ്പള്ളി, ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ആദ്യം ഞാൻ ആ സ്കോർ ഒന്ന് പറയാം. പോയിന്റ് നില തേരോട്ടം, കണ്ണൂർ ജില്ലയുടെ തേരോട്ടം തന്നെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇക്കൊല്ലവും ഉള്ളത്. 516 പോയിന്റുമായി നിലവിലെ ജേതാക്കളായ കണ്ണൂർ ശക്തമായ പോരാട്ടം തുടരുന്നു. തൃശൂർ ജില്ല 511 പോയിന്റാണ്. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കപ്പുകൾ സ്വന്തമാക്കിയിട്ടുള്ള കോഴിക്കോടിന് പക്ഷേ ഇത്തവണ മൂന്നാം ദിവസം 3-ാം സ്ഥാനത്ത് മാത്രമാണ് എത്താനായിട്ടുള്ളൂ. 507 പോയിന്റ്. പാലക്കാടും കോഴിക്കോട് തമ്മിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. പാലക്കാട് 505 പോയിന്റുമായി ഒപ്പം തന്നെയുണ്ട് ആതിഥേയരായ തിരുവനന്തപുരം. പക്ഷേ സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ കുറെ അങ്ങ് താഴേക്കാണ്. 9-ാം സ്ഥാനത്താണ് തിരുവനന്തപുരം ഉള്ളത് എന്നുള്ളതാണ്. ഇതാണ് പോയിന്റ് നില. എന്തായാലും പോയിന്റ് അവിടെ നിൽക്കട്ടെ. മത്സരത്തിനപ്പുറത്തേക്ക് വലിയ ഉത്സവ കാഴ്ചകളാണ് കലോത്സവം എന്ന് പറയുന്നത്. എനിക്ക് ചുറ്റും കുറെ മൊഞ്ചന്മാരുണ്ട്. ഇവരെ ദഫൊക്കെ മുട്ടിക്കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എ ഗ്രേഡ് കിട്ടുമോ? വിശ്വാസമുണ്ട്. കളിച്ചായിരുന്നു നന്നായിട്ട്? കളിച്ചായിരുന്നു. എവിടുന്നാ നിങ്ങൾ സ്കൂളൊക്കെ ഒന്ന് പറഞ്ഞേ? ആറ്റിങ്ങൽ ബോയ്സ്. ആറ്റിങ്ങൽ ബോയ്സ് ഇത്ര പവറേ ഉള്ളൂ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. അതന്നെ, അതെന്താണ് മുദ്രയൊക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ. അപ്പൊ മുട്ടുമല്ലേ നമുക്ക് വേണ്ടി? അപ്പൊ ഇവരെ മുട്ട് നമുക്കൊന്ന് കാണാം. തുടങ്ങിക്കോ. റെഡി? നിർത്തിയോ? റെഡി? അടിപൊളി, പൊളിച്ചു. നിങ്ങൾ മിണ്ടാണ്ടിരുന്ന പോലെ ഒന്നല്ല, കളിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പാട്ടുകാരന്റെ പേരെന്താ? ആരി. എന്തായാലും അടിപൊളിയായി. കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു. എ ഗ്രേഡ് ഉണ്ടാവട്ടെ. 10ാം ക്ലാസ്സുകാർ എല്ലാവരും? ശരി. എന്തായാലും ഇവർ SSLC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൊക്കെയാണ് വന്ന് പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഓരോ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റങ്ങളാണ് ഈ ദഫ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മുട്ടും മേളവും ചവിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊടി പൊടിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം.